ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഇന്ന് നമുക്ക് അയലമീൻ വറ്റിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് അയലമീൻ കുടംപുളിയൊക്കെ ഇട്ട് നമുക്കിന്ന് നല്ല ഒരു കറി വെച്ചെടുക്കാം. തേങ്ങയൊന്നും ചേർക്കാതെയാണ് നമ്മൾ അയലമീൻ വറ്റിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 5 അയലമീൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 5 മീനാണ് എടുത്തിരിക്കുന്നത്. ഈ 5 മീനിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഈ സ്പൂണിനാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. ഈ സ്പൂണിന് 3.5 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂണിൽ നിന്നും അല്പം കൂടുതൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഒരു 1.5 ഇഞ്ചുള്ള ഇഞ്ചി ഒരു പീസും, പിന്നെ 7 വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. അല്പം ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില ആവശ്യത്തിന് വേണം. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, കടുക് പൊട്ടിക്കുന്നതിനാവശ്യമായ ഒരു 1/4 ടീസ്പൂൺ കടുക്. ഇത്രയുമാണ് അയലമീൻ വറ്റിച്ചെടുക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഈസിയും ടേസ്റ്റിയുമായിട്ട് ഇതെങ്ങനെയാണ് അയലമീൻ വറ്റിച്ചെടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ അയല വറ്റിച്ചെടുക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി ഞാൻ സ്റ്റൗവിനുമേൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്താൽ മതി. കടുക് പൊട്ടട്ടെ. ഇപ്പോൾ കടുക് പൊട്ടി. ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ തീരെ താഴ്ത്തി വയ്ക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഇഞ്ചി വഴന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുളക് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കൂട്ടി വയ്ക്കണം. വെച്ചിട്ട് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളം നമുക്ക് വേണ്ട. മീൻ ആവശ്യത്തിന് വേകുന്നതിനുള്ള വെള്ളം മാത്രം മതി. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒരുപാടായിപ്പോവും. അതുകൊണ്ട് നമുക്ക് അതിനാവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മീൻ വെന്ത് വരുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. തിളച്ച് വരട്ടെ, അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേകുന്നതിനായിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് വെന്ത് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് മീൻ കഷ്ണങ്ങൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി അതിന് മേലെയായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ ഇടുന്നവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം. അല്പം കൂടെ വേകാനുണ്ട്. അപ്പം അല്പം കൂടെ വെന്ത് വരുന്നതിനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അയല വറ്റിച്ചത് ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. കണ്ടോ, നമുക്ക് ചാറ് അല്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയും കുറേ കൂടെ വറ്റണമെന്നുണ്ടെങ്കിൽ അല്പം ഒരു 2 മിനിറ്റും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചാറ് കുറച്ചുകൂടെ വറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്കിത് ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് മേലെ നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ട് വരുന്നതിനായിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അധികം ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ നമുക്കൊരു സ്പൂൺ ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ച് കൊടുത്താൽ മതി കഷ്ണത്തിൻ്റെ മേലെയൊക്കെ. ഇനി നമുക്ക് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്താലും നമ്മുടെ ഈ മൺചട്ടി അല്പം തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അധികം പിന്നെ വറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണിത്. ഇനി നമുക്ക് ഇത് അല്പം എരിവ് കൂടുതലോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരു സവോള ഉള്ളി എടുത്ത് ഇതിന് മേലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് അരപ്പും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ മീൻകറി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് എടുത്തു നോക്കാം.